മരിച്ചുപോയ വ്യക്തിയുടെ പേരിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിയെടുത്തതായി പരാതി. മലപ്പുറം ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ പെരിഞ്ചിരിയിൽ അബ്ദുള്ളയുടെ പേരിലുള്ള പെൻഷനാണ് അദ്ദേഹം മരിച്ചുപോയതിനു ശേഷവും വീട്ടുകാർ പോലും അറിയാതെ പെൻഷൻ വിതരണം ചെയ്ത വ്യക്തി തട്ടിയെടുത്തത്. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് CPM ആവശ്യപ്പെട്ടു. അബ്ദുള്ള മരിച്ചതിനു ശേഷം ഇദ്ദേഹത്തിന്റെ മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള രജിസ്റ്റർ സമയബന്ധിതമായി ചെയ്തിരുന്നില്ല. 2019 പെൻഷൻ വിതരണം ചെയ്തിരുന്ന വ്യക്തി പിന്നീട് ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടു. മരിച്ച അബ്ദുള്ളയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വാർഡ് മെമ്പറെ പലതവണ സമീപിച്ചെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് പെരുമുക്കിലെ പൊതുപ്രവർത്തകരെ സമീപിക്കുകയും പ്രസ്തുത സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ആലങ്കോട് പഞ്ചായത്തിൽ പോയ സമയത്താണ് സംശയങ്ങൾ ഉടലെടുക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം മരിച്ച അബ്ദുള്ളയുടെ പെൻഷൻ 2020 സെപ്റ്റംബർ മാസം വരെ പെൻഷൻ തുക കൈപ്പറ്റിയതായി അറിഞ്ഞു. ജനപ്രതിനിധിയുടെ കുപ്പായമിട്ട് തട്ടിപ്പ് നടത്തുന്നവരെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും CPM ആവശ്യപ്പെട്ടു. കേരള സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡിലെ പെരിഞ്ചേരിയിൽ അബ്ദുള്ള എന്ന് പറഞ്ഞ വ്യക്തി 2019 ഡിസംബർ 17-ാം തീയതി മരിക്കുകയും എന്നാൽ സെപ്റ്റംബർ 2020 വരെ അദ്ദേഹത്തിന്റെ പെൻഷൻ കൈപ്പറ്റിയതായി ബാങ്കിൽ പരിശോധിച്ചപ്പോൾ പഞ്ചായത്തിൽ പരിശോധന രേഖ ലഭിക്കുകയുണ്ടായി. എന്നാൽ ആ കാലത്ത് പെൻഷൻ വിതരണം ചെയ്തിരുന്ന വ്യക്തി ഇന്ന് അവിടുത്തെ മെമ്പറാണ്, കോൺഗ്രസിന്റെ മെമ്പറാണ്. മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പെൻഷൻ അവർക്ക് ലഭിക്കാതെ ഇദ്ദേഹം തന്നെ കൈപ്പറ്റിയതാണ് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചങ്ങരകുളം സർവീസ് ബാങ്കിൽ ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് കൃത്യമായി സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ബാങ്കിൽ നടക്കുന്ന ഈ സാധാരണക്കാരൻ്റെ പെൻഷൻ തട്ടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തു കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ചങ്ങരകുളം സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പ് സമഗ്രമായി അന്വേഷിക്കണമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വിജിലൻസ്, സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി, DGP എന്നിവർക്കും പരാതി നൽകുമെന്നും നേതാക്കളായ ആരിഫ നാസർ, കരുണാകരൻ എന്നിവർ അറിയിച്ചു. മലബാർ ടൈംസ്, എടപ്പാൾ.